നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. പ്രശസ്ത സിനിമാ താരം പൂർണിമ ഇന്ദ്രജിത്ത് കാനഡയിൽ. കനേഡിയൻ മലയാളികളുടെ FM റേഡിയോ മധുരഗീതം 101.3യുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മിസ് ആൻഡ് മിസസ് ബ്യൂട്ടി കോൺടെസ്റ്റിന്റെ മുഖ്യാതിഥിയും വിധികർത്താവുമായാണ് പൂർണിമ കാനഡയിലെത്തിയത്. അതിഗംഭീര വരവേൽപ്പോടെയാണ് നടിയെ സംഘടനാ അധികൃതരും കനേഡിയൻ മലയാളികളും എയർപോർട്ടിൽ സ്വീകരിച്ചത്. മത്സരത്തിൽ മുഖ്യാതിഥിയായി എത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും മത്സരാർത്ഥികൾക്ക് എല്ലാ ആശംസകൾ നേരുന്നെന്നും തനിക്ക് ലഭിച്ച ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ കോൺടെസ്റ്റ് എന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒന്റാരിയോയിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത. GTA വടക്ക് ഭാഗത്ത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. ഗ്രേറ്റർ ടൊറന്റോ ഏരിയയുടെ വടക്കുള്ള നിരവധി പ്രദേശങ്ങളിൽ ബുധനാഴ്ച ഹ്രസ്വമായ ടൊർണാഡോയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ വീശുമെന്നും പ്രദേശങ്ങളിൽ തീവ്രമായ മഴയും ആലിപ്പഴ വീഴ്ചയും ഉണ്ടാകുമെന്ന് എൻവയോൺമെന്റ് കാനഡ അറിയിച്ചു. ജനങ്ങൾ ജാഗ്രതരായിരിക്കാനും പ്രത്യേക മുന്നൊരുക്കങ്ങൾ എടുക്കാനും അധികൃതർ നിർദ്ദേശം നൽകി. ഒറില്ലയെയും മസ്കോക്കയും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ മുൻകൂട്ടി മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും നാശനഷ്ടങ്ങളോ ചുഴലിക്കാറ്റോ മറ്റ് ദുരന്തങ്ങളോ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ മുന്നറിയിപ്പ് അരമണിക്കൂറിനുള്ളിൽ റദ്ദാക്കി. GTAയിൽ കാർ മോഷണം, 2 പേർ അറസ്റ്റിൽ. ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ ചൊവ്വാഴ്ച നടന്ന ഒന്നിലധികം കാർ മോഷണങ്ങൾക്കും വീടാക്രമണത്തിനും ശേഷം 2 പേരെ അറസ്റ്റ് ചെയ്തതായി ടൊറന്റോ പോലീസ് അറിയിച്ചു. ഏകദേശം പുലർച്ചെ 3:21 മിസിസാഗയിൽ മേവിസ് റോഡിനും സെൻട്രൽ പാർക്ക് വേ വെസ്റ്റ് ഏരിയയിലും മോഷണം നടക്കുന്നതായി പീൽ റീജിയണൽ പോലീസിന് വിവരം ലഭിക്കുന്നത്. കാർ ഉടമസ്ഥൻ യാത്രാമധ്യേ ഗ്യാസ് നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖംമൂടി ധരിച്ചെത്തിയ 3 പേർ ബലപ്രയോഗത്തിലൂടെ ഉടമസ്ഥനെ ആക്രമിക്കുകയും ശേഷം കാർ അപഹരിക്കുകയുമായിരുന്നെന്ന് പോലീസ് അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു. സാമ്പത്തിക നഷ്ടം. ഹോട്ട് ഡോഗ് സിനിമ 3 മാസത്തേക്ക് അടച്ചിടും. നിലവിലുള്ള സാമ്പത്തിക അനിശ്ചിതത്വം കാരണം ഹോട്ട് ഡോഗ്സ് ഫിലിം ഫെസ്റ്റിവലിലെ പ്രധാന ടൊറന്റോയിലെ തിയേറ്ററുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടാനും 3 മാസത്തേക്ക് ജീവനക്കാരെ പിരിച്ചുവിടാനും തീരുമാനിച്ചതായി സംഘടന ബുധനാഴ്ച അറിയിച്ചു. സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും തിയേറ്റർ ലാഭത്തിൽ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.